ഒരു ഓണ്ടർപ്രണർ അഥവാ ഒരു ബിസിനസ്മാൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ 5 മേഖലയിൽ പണം ഉപയോഗിക്കരുത്, 5 മേഖലയിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പണം സ്പെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ്. ഗാംബ്ലിങ്ങിന് വേണ്ടി ഒരു കാരണവശാലും നിങ്ങളെ പണം നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമത്, നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞതുകൊണ്ടോ അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ നിങ്ങൾ വാങ്ങാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, പക്ഷെ അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അത് വാങ്ങിയില്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കും എന്നൊരു കോൺസെപ്റ്റിൽ നിങ്ങൾ അത്തരം സെഗ്മെന്റിലേക്ക് നിങ്ങൾ പണം ഉപയോഗിക്കാതിരിക്കുക. ഇതിന് ശരിക്കും മനോഹരമായിട്ട് നോ പറയാൻ അറിയണം. ഒരു ബിസിനസ്സുകാരന് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ് നോ പറയാനുള്ള സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റിനോ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിന്റെ ബേസിലോ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ വാങ്ങാതിരിക്കുക, അതിലേക്ക് വേണ്ടി നമ്മൾ പണം സ്പെൻഡ് ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മളെ ബ്രെയിനിനോ നമ്മളെ ഹെൽത്തിനോ ഒരിക്കലും ഗുണകരമല്ലാത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ പണം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ദാറ്റ് മീൻസ് ഒരിക്കലും ഒരു ഓണ്ടർപ്രണർ ഡ്രഗ്സിന് അടിമപ്പെടാൻ പാടില്ല. ഇതെല്ലാം നമ്മളെ ലൈഫിന്റെ ഒരു ഭാഗമാക്കിയിട്ട് നമ്മൾ പോലും അറിയാതെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നേടുന്ന എല്ലാ പണവും ഒരു പരിധിവരെ അതിലൂടെ ഒഴുകി പോകുന്നുണ്ടാവും. ഒരു കാരണവശാലും ഒരു ഓണ്ടർപ്രണർ അഥവാ ഒരു ബിസിനസ്മാൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടുകൊണ്ടോ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ടോ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പണം ഒരിടത്തും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും നല്ല ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെന്റ് എക്സ്പേർട്ടുമായിട്ട് അവരുടെ കൺസൾട്ടിങ് എടുത്തതിന് ശേഷം മാത്രമേ ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട്, ഒരിക്കലും നമ്മൾ പണം സ്പെൻഡ് ചെയ്യാൻ പാടില്ലാത്തൊരു മേഖലയാണ് സുഹൃത്തുക്കൾക്ക് നിങ്ങൾ പണം ലോൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യരുത്, കടം കൊടുക്കരുത് എന്നുള്ളതാണ്. ഒരു ഓണ്ടർപ്രണർ കടം വാങ്ങുന്ന ശീലവും ഒഴിവാക്കണം, കടം കൊടുക്കുന്ന ശീലവും ഒഴിവാക്കണം. സോ ഈ 5 മേഖലയിൽ നിങ്ങളുടെ പണം ഒരു കാരണവശാലും പോവാതിരിക്കാൻ നിങ്ങൾ എല്ലാ സമയത്തും എല്ലായ്പ്പോഴും നിങ്ങൾ ട്രൈ ചെയ്യണം. ഇങ്ങനെയൊക്കെ നമ്മൾ കൃത്യമായിട്ടും ശീലിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല പ്രോഫിറ്റും നല്ല ക്യാഷ് ഫ്ലോയും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനിയും അതുവഴി നമുക്ക് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ഒക്കെ ആയിട്ട് നമുക്ക് മാറാൻ പറ്റും.